شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ ഖിയാമ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി 11 മുതൽ നമുക്ക് പഠിക്കാം. ആ ആയത്തൊന്ന് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ലാ വസർ ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. 11, 12, 13 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. വളരെ ചെറിയ ആയത്തുകളാണ് ഈ സൂറയിലുള്ളത്. അതുതന്നെ വളരെ രസകരമായി, അതിനെ വളരെ ഭംഗിയിൽ റാ കൊണ്ട് അവസാനിക്കുന്ന രൂപത്തിൽ പല ആയത്തുകളും അല്ലാഹു തആല കോർത്തു വെച്ചിരിക്കുകയാണ്. ഓതുന്ന ആളുകൾക്ക്, അത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിൽ തറയുന്ന രൂപത്തിലാണ് ആയത്തിൻ്റെ ഈ സൂറയുടെ ശൈലികൾ ഉള്ളത്. എന്താണ് 11ാമത്തെ ആയത്ത്? കല്ലാ ലാ വസർ ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമ്മൾ പറഞ്ഞ എന്താ? ഖിയാമത്ത് നാളിലെ ഭീകരതകൾ കാണുമ്പോൾ എവിടേക്ക് ഓടി ഒളിക്കും? രക്ഷ ലഭിക്കുന്ന സ്ഥാനം എവിടെയാണ് എന്ന് മനുഷ്യൻ അന്വേഷിച്ച് ഓടിപ്പായും എന്നല്ല നമ്മൾ പറഞ്ഞത്. അല്ലാഹു തആല മറുപടി പറയണം, കല്ലാ, അതില്ല, അങ്ങനെ ഒരു രക്ഷസ്ഥാനം ഇല്ല. ലാ വസറ, ഒരഭയസ്ഥാനം ഇല്ല. മനുഷ്യൻ ചോദിക്കണം, എന്താണ്? ഐനൽ മഫർ, എവിടേക്കാണ് ഓടി രക്ഷപ്പെടേണ്ടത്? അല്ലാഹു തആല എന്താ മറുപടി പറയണത്? കല്ലാ, അങ്ങനല്ല, അങ്ങനെ ഒരു രക്ഷപ്പെടാൻ സ്ഥാനം നിങ്ങൾക്കില്ല. ഓടി രക്ഷപ്പെടാൻ പറ്റുന്നൊരു സ്ഥാനം നിങ്ങൾക്കില്ല. കല്ല, അതില്ല. കല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് അതില്ല. പിന്നെ ഒന്നുകൂടി വിസ്തരിച്ച് പറയണം, എന്തില്ല? ലാ വസറ, ഒരു അഭയസ്ഥാനവും ഇല്ല. വസർ എന്ന് പറഞ്ഞാൽ മൽജ എന്ന് പറയും, അഭയസ്ഥാനം. ഹിസ്ന് എന്നൊക്കെ പറയും, സുരക്ഷിതമായ ഒരു സ്ഥലം. മൽജ, ഒരു അഭയസ്ഥാനം, ഇതില്ല. ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ സ്ഥാനം നിൽക്കില്ല. എൻ്റെ അടുത്തേക്ക് വരാനല്ല, വേറൊരു അഭയസ്ഥാനം നിൽക്കില്ല. ഭൂമിയിൽ എന്തെങ്കിലും ഭയപ്പെട്ടാൽ, ഇവിടെ നമുക്ക് എന്തെങ്കിലും പേടിയുണ്ടായാൽ മലൻ്റെ മുകളിൽ പോവാം, അല്ലേ? ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ആകെ വെള്ളപ്പൊക്കം വന്നിട്ട് ആകെ അടങ്ങാറായാലും ഒരു ബിൽഡിങ്ങിന് മേലെ കയറിയിക്കാം, അല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയിക്കാം, അല്ലെ വേറെ ഏതെങ്കിലും നിലക്ക് നമുക്ക് അഭയം തേടാം. എന്തെങ്കിലും അവസരം വന്ന ആശുപത്രിയിൽ പോവാം, അല്ലേ? പക്ഷേ ഖിയാമത്ത് നാളിലെ ഭീകരതകളിൽ നിന്നോ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നോ, മഹ്ശറയിലെ അടങ്ങറിൽ നിന്നോ ഇവിടുന്ന് അഭയം തേടി പോകാൻ വേറെ ഒരു സ്ഥലമല്ല. വേറെ ഒരു സ്ഥലത്തേക്കും പോകാൻ ഇനിയൊരു സ്ഥലമല്ല. അത് അന്ത്യമാണ്, ലോകത്തിൻ്റെ അന്ത്യമാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എന്നല്ലാതെ വേറെ എവിടേക്കും പോകാൻ സ്ഥലമല്ല. കല്ലാ ലാ വസർ, നിങ്ങൾക്ക് ഒരു അഭയസ്ഥാനവും ഇല്ല. ഇനി അത് വിശദീകരിക്കാൻ അടുത്ത ആയത്തിൽ ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, പടച്ചവൻ്റെ അടുത്തേക്കല്ലാതെ വേറെ എവിടേക്കും നിങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, താങ്കളുടെ രക്ഷിതാവിങ്കലേക്കു തന്നെയാണ് അന്നത്തെ ദിവസം എല്ലാവരുടെയും അടക്കം, എല്ലാവരുടെയും ചെന്ന് അടങ്ങൽ എന്നതിന് ശരിക്കും അർത്ഥം പറയാം. ഇസ്തഖറ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്കാണ് പോയിട്ട് അവിടെ ചെന്ന് താമസിച്ച് അവിടെ അടങ്ങുന്നതിനാണ് പറയുക ഇസ്തഖറ എന്ന് പറഞ്ഞാൽ. അവിടെ പോയിട്ട് സെറ്റിലാവാന്നൊക്കെ നമ്മൾ പറയില്ലേ, അവിടെ ശരിക്കാണ്ട് സ്ഥിരതാമസമാക്കുക എന്ന് പറയും. അതാണ് ഇസ്തഖറിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെന്ന് ചേർന്ന് അടങ്ങുന്നത്, അതായത് നിങ്ങൾ ചെന്ന് ചേരേണ്ടത് എവിടേക്കാണ്? അന്നത്തെ ദിവസം ഇലാ റബ്ബിക, ഞങ്ങളുടെ രക്ഷിതാവിലേക്ക് തന്നെയാണ്, ഞങ്ങളുടെ രക്ഷിതാവിലേക്കാണ്. ഇലാ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിലേക്കാണ്. യൗമഇദിൻ, അന്നത്തെ ദിവസം. അൽ മുസ്തഖറു, എല്ലാവരും മടങ്ങി ചെല്ലുന്ന ദിവസം, എല്ലാവരും ചെന്നടങ്ങുന്ന ദിവസം.
ഇസ്തഖറ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഒരു സ്ഥലത്ത് സ്ഥിരമായി അവിടെ നിൽക്കുന്നതിനാണ് ഇസ്തഖറ എന്ന് പറയുക. വേറെ കൊടുക്കും പോവല്ല. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ. എല്ലാവരും ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കോടതിയിൽ അന്ന് ഹാജരാവണം. ഒരാളും അതിൽ നിന്ന് ഒഴിവാവില്ല. ആര് എത്ര വലിയ ആളാണെങ്കിലും അവിടുന്ന് ഒഴിവാകില്ല. അള്ളാഹുവിൻ്റെ വിചാരണക്ക് വേണ്ടി എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തിപ്പെട്ടേ മതിയാകൂ. അതൊക്കെയാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒരേ ലക്ഷ്യസ്ഥാനത്തേക്കായിരിക്കും ഓടുക എന്നാണ്. എല്ലാവരും അള്ളാഹിൻ്റെ അടുത്തേക്കാണ് ചെല്ലുക. ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് വഴി മാറിയിട്ട് വേറെ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ നടക്കൂലാം. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ. അവിടെ GPS ഇട്ടിട്ടോ അതല്ലെങ്കിൽ എന്താ പറയുക മാപ്പ് ഇട്ടിട്ടോ വേസ് ഇട്ടിട്ടോ ഗൂഗിൾ മാപ്പ് ഒരു കാര്യം അവിടെ ഉണ്ടാവില്ല. ഒരു വഴി അവിടെ കാണൂല. ഇലാ റബ്ബിക, റബ്ബിൻ്റെ അടുത്തേക്ക് മാത്രമേ കാണുള്ളൂ. അള്ളാഹു രംഗങ്ങൾ നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ആമീൻ. വേർന്ന മാത്രം പോരാ, അതിനുള്ള ശ്രമങ്ങൾ കൂടെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. റബ്ബ് സഹായിക്കട്ടെ. ആമീൻ. എന്നിട്ട് ഞാൻ അള്ളാഹിന് മുമ്പിൽ എത്തിയാലോ അവിടെ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് 13-ാമത്തെ ആയത്തിൽ പറയുന്നത്. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. അന്ന് ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇതുവരെ ഇവൻ ചെയ്തതൊക്കെ അള്ളാഹു തആല പറഞ്ഞു കൊടുക്കും. തജ്വീദ് ശ്രദ്ധിക്കണേ. ആയത്തിൽ യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. ഇൻസാനു സാക്കിനായ നൂനിന് ശേഷം സീനാണ് അവിടെ വന്നത് അല്ലേ? അവിടെ ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്, മറച്ചു മണിക്കണം. ഇൻസ നൂന് വെളിവാവരുത്. ഇൻസ നൂനിനെ മറച്ചിട്ട് മണിച്ചു പറയുക. അതേപോലെ തന്നെ യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. യൗമഇദിൻ ബി ഖദ്ദമ വഅഖർ. അഖ എന്ന ഖാ ശരിയായിട്ട് പിന്നെ അക്ഷരം ശബ്ദ സഹിതം കൃത്യമായി പറയുക. ഖന്റെ മഖ്റജ് തന്നെ അത് പോരണം. ആട്ടെ. യുനബ്ബഉ വിവരം നൽകപ്പെടും. ആർക്ക്? അൽ ഇൻസാനു മനുഷ്യന് വിവരം നൽകപ്പെടും. യൗമഇദിൻ അന്നത്തെ ദിവസം. എന്തുകൊണ്ടാണ് വിവരം നൽകപ്പെടുക? ബിമാ ഖദ്ദമ അവന് മുമ്പ് ചെയ്ത കാര്യങ്ങളെ കൊണ്ട്, വഅഖറ ചെയ്യാതെ മാറ്റിവെച്ച കാര്യങ്ങളെ കൊണ്ടും. അപ്പോൾ മനുഷ്യൻ മുമ്പ് ചെയ്തതും ചെയ്യാതെ മാറ്റിവെച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവന് വിവരം നൽകപ്പെടും അന്നത്തെ ദിവസം. എന്ന് പറഞ്ഞാൽ ഒക്കെ അങ്ങനെ കൃത്യമായിട്ട് വെറും പറച്ചിലല്ല, രേഖ സഹിതം അല്ലാഹു തആല മുന്നിൽ കൊടുക്കും, ഹാജരാക്കും. നബ്ബഅ എന്ന് പറഞ്ഞാൽ വിവരം അറിയിച്ചു എന്നൊക്കെയാണ് അർത്ഥം. നബ്ബഅനി അൽ അലീമുൽ ഖബീർ എന്ന് പരിശുദ്ധ ഖുർആനിലെ നബ്ബഅനി എന്നോട് പറഞ്ഞു, എനിക്ക് വിവരം തന്നു, അള്ളാഹു വിവരം തന്നു എന്നാണ് അവിടെ അർത്ഥം. നബ് എന്ന് പറഞ്ഞാൽ വാർത്ത, വൃത്താന്തം എന്നൊക്കെയാണ് നബ്. അതിൽ നിന്ന് പോകുന്നതിനാണ് നബ്ബഅ യുനബ്ബിഉ വിവരം നൽകി. ഇവിടെ യുനബ്ബഉ വിവരം നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനുഷ്യന് വിവരം നൽകപ്പെടും. യൗമഇദിൻ അന്നേ ദിവസം ബിമാ ഖദ്ദമ. ഖദ്ദമ എന്ന് പറഞ്ഞാൽ മുന്തിച്ചത് എന്നാണ് അർത്ഥം അല്ല, എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത കാര്യങ്ങൾ എന്നർത്ഥം. ഖദ്ദമ യുഖദ്ദിമു തഖ്ദീമൻ എന്നൊക്കെ പറഞ്ഞാൽ സമർപ്പിക്കുക, സബ്മിറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥം പറയാം. അങ്ങനെ മുമ്പ് ചെയ്തത്. വഅഖറ പിന്തിച്ചു വെച്ചത് എന്ന് പറഞ്ഞാൽ ചെയ്യാതെ വിട്ടുപോയത്, ചെയ്യാൻ ബാക്കി വെച്ചത്. ഇത് രണ്ടും അല്ലാഹു തആല അവന് പറഞ്ഞു കൊടുക്കും. മരിക്കുന്നതിന് മുമ്പ് ചെയ്തു വെച്ച കാര്യങ്ങളും ചെയ്യാതെ വിട്ടുകളഞ്ഞതുമായ കാര്യങ്ങളും ഓരോ മനുഷ്യനും അല്ലാഹു തആല തിരഞ്ഞെടുപ്പെടുത്തി കൊടുക്കും. വിവരം നൽകപ്പെടുന്നതിൽ നല്ല ആളുകളും അല്ലാത്തവരും സമന്മാരാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിവരം നൽകപ്പെടുമെന്നാണ്. നല്ല ആളുകൾക്ക് നല്ലത് ചെയ്തത് അങ്ങനെ കാണിച്ചു കൊടുക്കും, മോശമായ ആളുകൾക്ക് അവരുടേത് കാണിച്ചു കൊടുക്കും. അവിടെ സ്വാലിഹ്യങ്ങളെ മാറ്റി നിർത്തുന്ന പരിപാടിയില്ല. എല്ലാവർക്കും അവർ ചെയ്ത കാര്യങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ചെയ്തതിനെപ്പറ്റി അവർക്ക് വിവരം നൽകപ്പെടും എന്നർത്ഥം. ഈ ഒരു ഇൻസാനു ഇവിടെ ഈ 13-ാമത്തെ ആയത്തിൽ പറഞ്ഞ ഇൻസാൻ വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞതാണ്. നല്ല ആളുകളും അല്ലാത്തവരും അതിൽപ്പെടും. സുബ്ഹാനല്ലാഹ്. നമ്മളങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എന്താ ഇപ്പം എങ്ങനെയായിരിക്കും ആ രംഗം നമ്മൾ ഇത്രയും കാലം ചെയ്ത് കൂട്ടിയത്, അതൊക്കെ അങ്ങോട്ട് മുന്നിൽ നിരന്ന് വരുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമുക്ക് പല കാര്യങ്ങളും ഓർമ്മ അല്ല. പോലെ നമുക്ക് ഓർമ്മ ഉണ്ടോ? പ്രായപൂർത്തിയാകുന്ന ഇതുവരെ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും ഓർമ്മ ഉണ്ടോ?
ഒരുപാട് തെറ്റുകൾ ചെയ്ത് നമ്മൾ മറന്നു പോയിട്ടുണ്ട്. ചെറുതും വലുതൊക്കെ നമ്മൾ മറന്നിട്ടുണ്ട്. ആ മറന്നതൊക്കെ അവിടെ ചെല്ലുമ്പോൾ മുന്നിൽ ഇങ്ങനെ നീണ്ട് നിവർന്ന് വരും പേപ്പറുകളിൽ, ഏടുകളിൽ. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണോ അല്ലാഹു തആല തരുന്നത് അങ്ങനെ കിതാബ് തരുമെന്നാണ് നമ്മൾ പറയാ, ഏട് തരുമെന്നാണ് നമ്മൾ പറയാ. അപ്പോഴായിരിക്കും ഈ മറന്നതൊക്കെ അവിടെ അങ്ങനെ ഓർമ്മ വരിക. അള്ളാഹുവിൻ്റെ കണക്കുന്നത് മറയില്ലല്ലോ. വളരെ പെട്ടെന്ന് ഇസ്തിഗ്ഫാർ ചെയ്യണേ, തൗബ ചെയ്ത് മടങ്ങണേ. ആദമികൾ മനുഷ്യന്മാരുമായിട്ടുള്ള ഹക്കുകളാണെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് പൊരുത്തപ്പെടിപ്പിച്ചിട്ട് ശരിയായ തൗബ ചെയ്ത് റബ്ബിൻ്റെ അടുത്തേക്ക് മടങ്ങുക. ആദ്യം എന്നോടാണ് ഞാൻ പറയുന്നത്, അള്ളാഹുവേ ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നു, ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഇനി ചെയ്യുക റബ്ബേ, ഞങ്ങളെ തൗബ നീ നസുഹായി സ്വീകരിക്കുക റബ്ബേ, ഞങ്ങളുടെ അത്തരം തെറ്റുകളൊക്കെ ആ ഏടുകളിൽ നീ മായ്ച്ചു തരണേ തമ്പുരാനെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അത് കാണുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ എങ്ങനെ വേണ്ടാത്തത് ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ തെറ്റുകൾ സംഭവിച്ചു പോയാൽ ഇസ്തിഗ്ഫാർ ചെയ്യാതിരിക്കുക? അള്ളാഹുവിൻ്റെ അഫ്വ്, ഗുഫ്രാന്, മഗ്ഫിറത്ത് എന്നൊക്കെ പറഞ്ഞാൽ തെറ്റുകൾ പുറത്തു തരൽ മാത്രമല്ല, ഏടുന്ന രേഖയിൽ നിന്ന് മായ്ച്ചു കളയൽ കൂടിയാണ്, അതല്ലെങ്കിൽ അത് മറച്ചു വെക്കൽ കൂടിയാണ് എന്നതൊക്കെ നമ്മൾ വിവിധ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അത് മായ്ച്ചു തരും, അത് മറച്ചു വെക്കും എന്ന്. അതാണ് അല്ലാഹു മഗ്ഫിർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. പഠിച്ചവനെ നീ പൊറുക്കുകയും അത് മറച്ചു വെക്കുകയും ചെയ്യണേ. അഫു എന്നൊക്കെ പറഞ്ഞാൽ അല്ലാഹു തആല അത് മായ്ച്ചു കളയും രേഖയിൽ നിന്ന് എന്നാണ്. യംഹുല്ലാഹു മാ യശാ, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല മായ്ച്ചു കളയും. അള്ളാഹുവിനോട് മനസ്സ് ഉരുകി പറയുക, അതൊക്കെ ഏടിൽ നിന്ന് മായ്ച്ചു കളയാൻ, പുറത്തു തരാനും വേണ്ടി പറയുക. അപ്പോൾ മുമ്പ് ചെയ്തു വെച്ച നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും അറിയിക്കപ്പെടും. അതിനുശേഷം എന്ന് പറഞ്ഞാൽ അതിലെല്ലാ കാര്യങ്ങളും പെടുന്നതാണ്. ഇപ്പം നമ്മൾ ചെയ്തതും ആ ചെയ്തതിൻ്റെ അനന്തരഫലങ്ങളും കാണിച്ചിരുന്നതാണ്. ഇപ്പം നമ്മൾ ഒരാൾക്കൊരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തു, ആ നല്ല കാര്യം പറഞ്ഞു കൊടുത്തത് അത് ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് കാണിച്ചു തരും. ഞാൻ നല്ല കാര്യം പറഞ്ഞു കൊടുത്തതനുസരിച്ച് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ചെയ്തതെന്നൊക്കെ നമുക്ക് കിട്ടിയ പോലെ അത് നമുക്ക് കാണിച്ചു തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ ചെയ്തതും അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾ മൂലം, നമ്മൾ പറഞ്ഞു കൊടുത്ത അറിവ് മൂലം, വിജ്ഞാനം മൂലം പ്രവർത്തിക്കുന്ന മറ്റുള്ള ആളുകളുടെ ചെയ്തികളും, നമുക്ക് കൊണ്ട് ദുആ ചെയ്യുന്ന നല്ല മക്കളും, നമ്മൾ ഓതി വെച്ചിരുന്ന മുസ്ഹഫ് അനന്തരമാക്കി മറ്റൊരാൾക്ക് കൊടുത്തു വെച്ച ആ മുസ്ഹഫും, നമ്മൾ നിർമ്മിച്ച പള്ളികളും, യാത്രക്കാർക്കായി നിർമ്മിച്ച നമ്മുടെ വീടും, അവർക്ക് ചെയ്തു കൊടുത്ത സൗകര്യങ്ങളും, വേറുള്ള ആളുകൾക്ക് ചെയ്തു കൊടുത്ത ജലസേചന പദ്ധതികൾ പോലെയുള്ള സൽക്രമങ്ങളും, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും, നമ്മൾ ചെയ്യുന്ന സദഖകളും, നമ്മൾ ചെയ്യുന്ന പുഞ്ചിരി പോലും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് പറയുക, നമുക്ക് അവിടെ കാണിച്ചു തരും എന്ന്. സുബ്ഹാനല്ലാഹ്. ആ ചെയ്തതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ ഒക്കെ ഏടിൽ ഇങ്ങനെ കണ്ട് തെളിഞ്ഞു വരും. അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ ആൾക്കാർ കാണാനാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടാവും. ആൾക്കാർ കാണാണെങ്കിൽ ഏടിൽ ചിലപ്പോൾ കാണും, പക്ഷേ ഇതിന് കൂലി എൻ്റെ അടുത്തുനിന്നില്ല കേട്ടോ, ഇത് നാട്ടിൽ നിന്ന് വാങ്ങിയില്ല, നാട്ടുകാർ പറഞ്ഞില്ല ജൻ്റെ ഉഷാറാണെന്ന്, ഓലൊക്കെ ഒന്ന് കൂലി ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തരില്ല എന്ന് പറയും. അള്ളാഹുവെ കാക്കണേ, റിയാ വരാതെ നോക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നല്ലതോ ചീത്തയോ ആയി നമ്മൾ എന്ത് ചെയ്ത് വെച്ചോ അതിൻ്റെ ഒക്കെ പ്രതിഫലം കിട്ടും. ഈ വഹർ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ചെയ്യാതെ വിട്ടുപോയ സംഗതികൾ ആണ്. പിന്നെ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യാതെ പോകുന്നുണ്ട് അല്ലേ, അതൊക്കെ അതിൻ്റെ പരിധിയിൽ വരുമെന്നാണ്. നല്ലതോ ചീത്തയോ ആയി താൻ പിന്തിച്ചു വെക്കുകയും അതനുസരിച്ച് തൻ്റെ ശേഷം പ്രവർത്തിക്കപ്പെടുന്ന കാര്യങ്ങൾ അറിയിക്കപ്പെടുമെന്നും അതും ഇതിൻ്റെ അർത്ഥമാണ്. അതായത് ഈ പിന്തിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പിന്തിച്ചു വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതനുസരിച്ച് നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ. നമ്മളൊരു നല്ല കാര്യം, ഒരു നല്ല സുന്നത്തുണ്ടാക്കി, അതല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു നന്മക്ക് നമ്മൾ കളമൊരുക്കി ആ നന്മ അങ്ങനെ തുടർന്ന് വരുന്നു. ഉദാഹരണമായിട്ട് ഒരു മജ്‌ലിസ് സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ ദിക്റിന്റെ ഹൽക്ക നമ്മളായിട്ട് സംഘടിപ്പിച്ചു, അതങ്ങനെ തുടർന്ന് വരികയാണ്. അത് തുടങ്ങിയെന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കൂലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, നമ്മുടെ ഹസനത്തുകളിൽ അത് രേഖപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ വാഹറ, ഞാൻ പിന്തിച്ചിട്ടേച്ച് പോയതെന്ന് പറഞ്ഞാൽ എൻ്റെ കാലശേഷം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന പിന്നീട് ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ അതും ഇതിൻ്റെ പരിധിയിൽ പെടുന്നു. അപ്പോൾ നന്മക്ക് നമ്മൾ മാതൃകയായാൽ ആ നന്മയുള്ളയിടത്തോളം പ്രതിഫലം കിട്ടും, തിന്മക്ക് മാതൃകയായാലോ അതിൻ്റെ കൂലിയും കിട്ടും. ഇസ്ലാമിൽ ഒരു നല്ല ചര്യ നടപ്പാക്കിയാൽ അതനുസരിച്ച് ആര് പ്രവർത്തിക്കുന്നു അതിൻ്റെ കൂലിയൊക്കെ കിട്ടുന്ന ഹദീസിലുണ്ടല്ലോ, ഒന്നും കുറയാതെ കിട്ടുമെന്നാണ്. തിന്മയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ചെയ്തു വെച്ച തിന്മയും ചെയ്യാതെ പിന്തിച്ച ആരാധനയും അവിടെ വിവരിക്കപ്പെടും എന്നും ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ രണ്ട് വ്യാഖ്യാനമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരും.
അതുപോലെ തന്നെ ചെയ്യാതെ നമ്മൾ പിന്തിച്ച ആരാധനകൾ പിന്നെ ചെയ്യാന്ന് ചില വെക്കല്ലേ, നോമ്പ് പിന്നെ ചെയ്യാം, നിസ്കാരം പിന്നെ ചെയ്യാം, ദുഹാ പിന്നെ നിസ്കരിക്കാൻ തുടങ്ങാം, നോമ്പ് തിങ്കളും വ്യാഴം പിന്നെ വെക്കാൻ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറെ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നീട്ടിവെച്ച ആരാധനകളും കാണിക്കപ്പെടും, ഇതുവരെ ചെയ്ത ആരാധനകളും കാണിച്ചു വരും. ഇതാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം എന്താണ്? നമ്മൾ പിന്തിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ മാതൃകകളാക്കി നല്ല നല്ല കാര്യങ്ങൾ ഇട്ടേച്ച് പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ശേഷം മറ്റുള്ള ആളുകൾ ചെയ്ത അത്ര നല്ല കാര്യങ്ങൾ അത് നമ്മളാണ് തുടങ്ങി വെച്ചത്, നമ്മളാണ് അതിൻ്റെ മാതൃകകളായത്, നമ്മൾ പറഞ്ഞു കൊടുത്ത ഇൽമിനനുസരിച്ചാണ്, വിജ്ഞാനത്തിനനുസരിച്ചാണ്, ക്ലാസ് കേട്ടിട്ടാണ് അവർ ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ കൂടി നമുക്ക് കിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ രണ്ട് വ്യാഖ്യാനം അതിനുണ്ട്. എന്തായാലും ഈ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മുടെ കർമ്മങ്ങൾ ഈ പറയപ്പെടുന്ന അള്ളാഹു തആല പറഞ്ഞു തരുന്ന യുനബ്ബഹു എന്ന് പറഞ്ഞ വിവരണമൊക്കെ നടക്കുന്നത് മഹ്ശറയിലാണ്, അമലുകൾ തൂക്കുന്ന സ്ഥലത്താണ്, കിതാബുകൾ തരുന്ന സ്ഥലത്താണ്. അവിടെയൊക്കെ ഈ കാര്യങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞ് വ്യക്തമാക്കി വിവരിക്കപ്പെട്ടു തരും. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. മരിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ കാണിച്ചു തരുമെന്നും ഒരു വ്യാഖ്യാനം ഇതിനുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇനി എങ്ങോട്ടാണ് പോണതെന്നും അതൊക്കെ മറക്കുമ്പോൾ കാണിച്ചു തരുമെന്നാണ്. അള്ളാഹുവെ ആ സമയം എളുപ്പമാക്കി തരണേ. ഇൻഷാ അല്ലാഹ് 14-ാമത്തെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.